ആസിഫും അക്ഷയും പാത്തും പതുങ്ങിയും പുറത്ത് റോഡിലെത്തി. ഡേവിഡിനു വേണ്ടി കാത്തുനിന്നു. കുറച്ചു സമയത്തിനു ശേഷം ഒരു പാവയെപ്പോലെ അയാൾ പുറത്തെത്തി. സിറിയക്കിൻ്റെ ബംഗ്ലാവിൽ അല്പനേരത്തെ മയക്കത്തിനു ശേഷം റോഷന് ബോധം വന്നു. അവരൊരു മുറിയിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അവൻ ചുറ്റുമൊന്നു നോക്കി. മുഴുവൻ ഇരുട്ടാണ്. അവിടെയാകെ രക്തത്തിൻ്റെ രൂക്ഷഗന്ധം. അതുകൂടാതെ മറ്റെന്തോ അസഹ്യമായൊരു മണം ആ റൂമിലാകെ പടർന്നിരുന്നു. റോഷൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു, പക്ഷെ കഴിയുന്നില്ല. അപ്പോഴാണ് അവൻ തൻ്റെ കാലുകളിലെ ചങ്ങല ശ്രദ്ധിച്ചത്. കൈകൾ സ്വതന്ത്രമായിരുന്നു. റോഷൻ, നീതുവിൻ്റെ ശബ്ദം പോലുണ്ടല്ലോ. അവൻ മനസ്സിലോർത്തുകൊണ്ട് കേട്ട ഭാഗത്തേക്ക് നോക്കി. പക്ഷെ അവിടെ ഒരു റം മാത്രമേ കാണുന്നുള്ളൂ. മനസ്സ് മുഴുവൻ അവളായതുകൊണ്ട് എനിക്ക് തോന്നിയതാവും. അതും പറഞ്ഞ് അവൻ തിരിഞ്ഞു നിന്നു. റോഷ, ഹെൽപ്പ് മീ. അവൻ ആ റമ്മിൻ്റെ അടുത്തേക്ക് പോയി അതിൻ്റെ ഉള്ളിലേക്ക് നോക്കി. നീതു, നീ എങ്ങനെ ഇവിടെ എത്തി? നിങ്ങളെ ഞാൻ പറഞ്ഞയച്ചതല്ലായിരുന്നോ? പക്ഷെ അവൾക്ക് മറുപടി ഒന്നും നൽകാൻ സാധിക്കുന്നില്ല. അത്രയ്ക്ക് ആവശ്യമായിരുന്നു നീതു. ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് നീതുവിൻ്റെ നെഞ്ചിൻ്റെ ഭാഗം വരെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് അവൻ കണ്ടത്. അവൻ അവളെ അതിൽ നിന്ന് എടുക്കാനായി അതിലേക്ക് കൈയിട്ടു. അത് വെള്ളമല്ല എന്ന് തോന്നിയത് കൊണ്ട് അവൻ കണ്ണുയർത്തുന്നു നോക്കി. മൈ ഗോഡ്, ബ്ലഡ്! ഈ ചോരയിലാണോ നീ ഇത്ര നേരം കിടന്നത്? റോഷൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. അവളുടെ കൈകാലുകൾ ബന്ധിച്ചിരുന്നതിനാൽ ഒന്ന് അനങ്ങാൻ പോലും സാധിച്ചില്ല. റോഷന് സമനില തെറ്റുന്ന പോലെ തോന്നി. നീതു, കണ്ണുകൾ തുറന്ന് എന്നെ ഒന്ന് നോക്ക്. നിനക്കൊന്നും സംഭവിക്കുന്ന സമ്മതിക്കില്ല. നീതു, നീതു, അവൻ വിളിച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ റോഷന് തൻ്റെ ശരീരത്തിലൂടെ എന്തോ ഒഴിയുന്നത് പോലെ അനുഭവപ്പെട്ടു. നിമിഷ നേരം കൊണ്ട് ഒരു പാമ്പ് അവനെ ചുറ്റി വരഞ്ഞ് വായുവിൽ ഉയർത്തി നിർത്തി തലയുടെ മുകളിൽ പത്തിയുടർത്തി നിന്നു. ഹേയ്, കൂൾ സൈറ! വാതിൽ തുറന്നുകൊണ്ട് ഒരാൾ അകത്തേക്ക് വന്നു. ഇരുട്ടായതിനാൽ റോഷൻ അയാളുടെ മുഖം വ്യക്തമായില്ല. അയാൾ അകത്തേക്ക് കാലുവെച്ചതും അവിടെ ലൈറ്റുകൾ കത്തി. കറുത്ത ലോഹ പോലെയുള്ള വസ്ത്രം ധരിച്ച ഒരാൾ. കഴുത്തിൽ വലിയ മുത്തുകൾ കോർത്തൊരു മാലയിട്ടിട്ടുണ്ട്. വലിയ താടിയിലും മീശയിലും ചില രോമങ്ങൾ നരച്ചിട്ടുണ്ട്. സൈറ, കം ബാക്ക്! അയാൾ പറഞ്ഞത് കേട്ട് പാമ്പ് റോഷനെ വിട്ട് ബാക്കിലേക്ക് മാറി നിന്നു. അവൻ തളർന്ന് താഴെ വീഴുകയും ചെയ്തു. ഇതേ സമയം ആസിഫും അക്ഷയും ഡേവിഡിനെ കൂട്ടി ഫോറൻസിക് ഓഫീസിലേക്ക് പോയിരുന്നു. ആസിഫ് ഈ വിവരം അഖിലിനെ വിളിച്ചു പറഞ്ഞു. അഖിലും ഫിറോസും പ്രകാശും ബംഗ്ലാവിനുള്ളിലേക്ക് കടക്കാൻ ഏറെ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അവർ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിൽക്കുമ്പോഴാണ് ആഷിഖും രവിയും അവിടേക്ക് വന്നത്. എൻ്റെ റോഷൻ എവിടെ? അഖിൽ അവരുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. അവർ രണ്ടുപേരും അവരുടെ പിടിയിലാണ്. ഞങ്ങൾ പാടുപെട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നത്. അവർ ജീവനോടെ തന്നെയുണ്ട്. ഞങ്ങളിവിടെ ഒളിച്ചിരുന്നപ്പോൾ റോഷൻ്റെ സംസാരം കേട്ടിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ചിരുന്നേക്കാൾ അപകടകരമാണ് അതിനുള്ളിലെ അവസ്ഥ. ആഷിഖ് അവിടെയുണ്ടായ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ കൂടി അവിടേക്ക് പോകുന്നത് അവരുടെ ജീവന് കൂടുതൽ ആപത്തുണ്ടാക്കുകയുള്ളൂ. ഈ സമയത്താണ് ആസിഫ് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത്. അഖിൽ, നീ വാ. എനിക്ക് തോന്നുന്നത് അയാളെ വെച്ച് നമുക്ക് അവരെ രക്ഷിക്കാമെന്നാണ്. അയാളെ മുന്നിൽ നിർത്തി നമുക്കൊരു കളി കളിക്കാം. പക്ഷെ അഖിലിനെ അവിടുന്ന് അവരെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോരാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ പ്രകാശ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവൻ അവരുടെ കൂടെ പോയി. അവർ അയാളെ ഒരു ചെയറിൽ കെട്ടിയിട്ടു. കുറച്ച് സമയത്തിന് ശേഷം പഴയ പോലെ ആയ ഡേവിഡ് അവിടെ നിന്നും ഒച്ച വെക്കാൻ തുടങ്ങി. വെറുതെ നിന്നെ വിളിച്ചിട്ട് കാര്യമില്ല ഡേവിഡ്, നിനക്ക് നീ രക്ഷയില്ല, ആസിഫ് അവിടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. കൂടെ ബാക്കിയുള്ളവരും അകത്തേക്ക് കയറി. നിനക്കൊന്നും ഞാൻ ആരാണെന്ന് ശരിക്കും അറിയില്ല. ദേഷ്യം കൊണ്ട് അയാളുടെ വാക്കുകൾ വിറക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആരാണെന്ന് നിനക്കും അറിയില്ലല്ലോ. നമുക്ക് പരസ്പരം അറിയില്ലൊക്കെ പിന്നീടാവാം. എന്തിനാണ് നീ ആ പാവ സ്ത്രീകളെ എത്ര ക്രൂരമായി കൊലപ്പെടുത്തിയത്? ആരെ കൊലപ്പെടുത്തി? എനിക്കൊന്നും അറിയില്ല. അയാൾ ഒന്നും അറിയാ ഭാവം നടിക്കുന്നത് കണ്ട് അഖിലാവിൻ്റെ ദേഷ്യം മാറുവോളം അവനെ തല്ലി. സത്യം പറയടാ, അല്ലെങ്കിലും നീ ഇനി പുറം ലോകം കാണില്ല. ഞാൻ പറയാം, എല്ലാം പറയാം. അയാളുടെ മുഖത്ത് സങ്കടം വലിച്ചു. എനിക്കൊന്നും അറിയില്ല. എൻ്റെ കുടുംബത്തെ തടവിലാക്കി ഒരാളെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ ഇതൊക്കെ. ഞാൻ ആ സ്ത്രീകളെ അറിയാൻ പറയുന്ന സ്ഥലത്ത് എത്തിക്കുക മാത്രമാണ് ചെയ്തത്. അല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല. ആരാണ് അയാൾ? അറിയില്ല. ഫോണിലൂടെയുള്ള ബന്ധം മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൂ. അയാൾ അത് പറഞ്ഞ് കരയാൻ തുടങ്ങി. ഇതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണമായിരിക്കും അല്ലേ? അഖിൽ അയാളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഇതാണ് സത്യം, മറ്റൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. പെട്ടെന്ന് അയാളുടെ മുഖഭാവം മാറി. പിന്നെ ഇതൊക്കെ നിൻ്റെ കയ്യിൽ എങ്ങനെ വന്നതാണ്? ആസിഫ റെക്കോർഡ് കാണിച്ചുകൊണ്ട് ചോദിച്ചു. എൻ്റെ കയ്യിൽ നിന്ന് പണിയുണ്ടാക്കാതെ നീ എല്ലാം തുറന്നു പറഞ്ഞാൽ ലഭിക്കുന്ന ശിക്ഷയിൽ എന്തെങ്കിലും ഇളവ് ഞാൻ വാങ്ങിച്ചു തരാം. പക്ഷേ അയാൾ അതിനെ ഒരു പുച്ഛഭാവത്തിൽ ചിരിച്ചു തള്ളി. ഇത് കണ്ട് ദേഷ്യം വന്ന പ്രകാശ് അവൻ്റെ കരണം നോക്കിയൊന്ന് പൊട്ടിച്ചു. അയാൾ ദേഷ്യത്തോടെ അവനെ നോക്കി. ആസിഫ് അവിടെയുള്ളൊരു ഗണ്ണെടുത്ത് അവൻ്റെ തലയ്ക്ക് നേരെ വെച്ചു. ഇനിയും നീ സത്യങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇതിലെ ബുള്ളറ്റ്സ് നിന്റെ തലയിലൂടെ പാസ് ചെയ്തു പോവും. അയാൾ അതിലൊന്നും പതറിയില്ല. ആസിഫ് അവൻ്റെ കാലിൽ വെടിവെച്ചു. ഡേവിഡ് വേദന കൊണ്ട് പുളഞ്ഞു.
ആസിഫ് ഗണ്ണെടുത്ത് അവൻ്റെ നെഞ്ചിൻ ഭാഗത്ത് വെച്ചതും എല്ലാം പറയാമെന്ന് സമ്മതിച്ചുകൊണ്ട് അയാൾ കാലിൽ അമർത്തി പിടിച്ചു. ഇത് തന്നെയല്ലേ ഞങ്ങൾ ആദ്യമേ പറഞ്ഞത്. ഞങ്ങൾ പ്രിയസ്റ്റ് വംശജരാണ്. ഞങ്ങളുടെ മതത്തിലുള്ള ഒരു ആചാരത്തിൻ്റെ ഭാഗമായാണ്. വേദന കൊണ്ട് അയാളുടെ വാക്കുകൾ മുറിയുന്നുണ്ട്. എന്താചാരം? ഞങ്ങളുടെ ദൈവമായ ഫിലോബിയാമ ഗർഭിണിയായിരിക്കുമ്പോൾ മറ്റു മതങ്ങളിൽപ്പെട്ടവരുടെ ഉപദ്രവം കാരണം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിനാൽ അമ്മയ്ക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കാത്തതിനാൽ അമ്മ പ്രസവിക്കേണ്ടിയിരുന്ന സമയമാകുന്ന ആ ഒരു മാസം അവരെ ഗർഭിണികളായ യുവതികളിൽ നിന്നും കുട്ടികളെ നൽകി പ്രീതിപ്പെടുത്തും. മറ്റുള്ളവൻ്റെ ജീവിതവും ജീവനും നശിപ്പിച്ചിട്ടാണോടാ നിൻ്റെയൊക്കെ അന്ധവിശ്വാസം നടപ്പാക്കേണ്ടത്? അഖിലിന് അവനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. ഇത്രയും നീചമായ രീതി തിരഞ്ഞെടുക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ഉള്ളിലെ ദേഷ്യം അടക്കി വെച്ചുകൊണ്ട് അക്ഷി ചോദിച്ചു. ആരും ഞങ്ങളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി. പിന്നെ ആസിഫ് അലറി. എത്രത്തോളം നീചമായി കൊല്ലുന്നുവോ അത്രമേൽ അമ്മ നമ്മളെ അനുഗ്രഹിക്കും. അയാൾ അത് പറഞ്ഞു തീരും മുമ്പേ ആസിഫിൻ്റെ കാലുകൾ അവൻ്റെ വയറിൽ പതിഞ്ഞ് അയാളും കസാരയും കൂടെ മറിഞ്ഞു വീണു. ആസിഫ്, നോ, അവനെ നമുക്ക് ജീവനോടെ വേണം. റോഷനെയും നിവേദിയും രക്ഷിക്കണ്ടേ? നീതു, അവൾക്ക് എന്തു പറ്റി? പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ അക്ഷി ചോദിച്ചു. അത് ആസിഫ് വാക്കുകൾക്കായി പരതി. ആസിഫ്, എന്താണ് എന്നിൽ നിന്നും മറയ്ക്കുന്നേ? അവൾ അവനെ ദയനീയമായി നോക്കിക്കൊണ്ട് ചോദിച്ചു. ആസിഫ് എല്ലാം പറഞ്ഞു. ഈശ്വര, എൻ്റെ നീതു. അക്ഷിക്ക് അവളുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അക്ഷി, വിഷമിക്കാതിരിക്കുക. ഞങ്ങളൊക്കെ ഇല്ലേ? നിനക്ക് നീതുവിനെ പോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ റോഷനും. അവരെ നമ്മൾ രക്ഷിക്കുക തന്നെ ചെയ്യും. ആസിഫ് അക്ഷിയുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. സമയം കളയാതെ എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്തണം. പ്രകാശ് അതും പറഞ്ഞുകൊണ്ട് ഡേവിഡിനെ കൂട്ടി പുറത്തേക്കിറങ്ങി. അവരെല്ലാവരും ബംഗ്ലാവിലേക്ക് പുറപ്പെട്ടു. ബംഗ്ലാവിൽ റോഷൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവൻ മറ്റൊരു മുറിയിലാണ്. ആദ്യം അവൻ നോക്കിയത് നീതയുടെ എന്നാണ്. നീതു! അവൻ അവിടെ ഒരു കട്ടിലിൽ കിടത്തിയിരിക്കുന്ന നീതുവിൻ്റെ അടുത്തേക്ക് പോയി. അവളുടെ ശരീരത്തിൽ രക്തത്തിൻ്റെ അംശമൊന്നുമില്ല. അതെല്ലാം കഴുകിക്കളഞ്ഞിരിക്കുന്നു. നീതു, കണ്ണു തുറക്ക്. അവൻ സങ്കടം കലർന്ന ശബ്ദത്തിൽ അവളെ വിളിച്ചു. കുറച്ചു സമയത്തിനു ശേഷം കഷ്ടപ്പെട്ട് നീതു പതിയെ കണ്ണുകൾ തുറന്നു. ശരീരം തളർന്നിരുന്നുവെങ്കിലും ആ നീളൻ കണ്ണുകളിലെ തിളക്കം അപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് കണ്ടതും റോഷൻ്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. റോഷ! നീതു അവനെ ഇറുകി പുണർന്നു. റോഷൻ ശ്വാസമെടുക്കാൻ വരെ ബുദ്ധിമുട്ടുന്ന പോലെ തോന്നി. അത്രമേൽ അവരുടെ ശരീരങ്ങൾ അടുത്തിരുന്നു. നീതു അവൻ്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തിവെച്ച് കരയുകയാണ്. അവൾ അവനിൽ അലിഞ്ഞു ചേർന്നപ്പോൾ അവനെ ലോകം തന്നെ കീഴടക്കിയ പോലെ തോന്നി. റോഷനെ സന്തോഷിക്കണോ കൂടെ കരയണോ എന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. റോഷൻ അവളുടെ മുഖം മെല്ലെ ഉയർത്തി അവൾ കരികിലിരുന്നു. നീതു അവൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാറ്റിൽ അവളുടെ മുഖത്തേക്ക് പാറവെന്ന മുടിയെ നോവിക്കാതെ അവൻ പതിയെ പിന്നിലേക്കാക്കി. ആത്മാവിനെ പോലും അവളിലേക്ക് ആവാഹിക്കുന്ന ആ കണ്ണിനെയും പൂർണ്ണചന്ദ്രനെപ്പോൾ തിളങ്ങി നിൽക്കുന്ന മുഖത്തെയും അവൻ മതി വരുവോളം ആസ്വദിച്ചു. എൻ്റെ ജീവിതം അവസാനിച്ചു എന്നാണ് ഞാൻ കരുതി. നീതു റോഷൻ്റെ വെള്ളാനം കണ്ണുകളെ നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു. മരണത്തിലും ജീവിതത്തിലും നിന്നെ ഞാൻ തനിച്ചാക്കില്ല പ്രിയെ. എൻ്റെ ജീവനിൽ അവസാനം ഇടിപ്പും ഇല്ലാതാക്കുന്നവരെ നിന്നോടൊപ്പം ഉണ്ടാവും ഞാൻ, റോഷൻ പ്രണയാർദ്രമായി പറഞ്ഞു. ഇതിനിടയിലാണ് പിന്നിൽ നിന്നും ഒരു സ്ത്രീയുടെ ബഹളം കേട്ടത്. അവർ രണ്ടുപേരും പുറകിലേക്ക് നോക്കി. പുറത്തു നിന്നും ഒരു സ്ത്രീ ഓടി അകത്തേക്ക് കയറി. അവർക്ക് പിറകെ കുറച്ച് ആളുകളുമുണ്ട്. അവർ വന്ന ആ സ്ത്രീയെ ബലമായി പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു.